കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനത്തിന് ഇത്തവണയും നെടുമ്പാശ്ശേരി കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളേക്കാൾ ചെലവേറുമെന്നാണ് റിപ്പോർട്ടുകൾ. കരിപ്പൂർ റൺവേയുടെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ വലിയ വിമാനങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ചെറിയ വിമാനങ്ങളാവും ഇത്തവണയും സർവീസിനെത്തുക. ഇതിനുള്ള ടെൻഡർ ഈ മാസം ക്ഷണിക്കും. കരിപ്പൂർ റൺവേ നിർമ്മാണം 60% മാത്രമേ ഇതുവരെ പൂർത്തിയായിട്ടുള്ളൂ. നിലവിൽ മഴ കാരണം ജോലികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഈ വർഷം 11,139 പേർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചത്. ഇതിൽ 1,625 തീർത്ഥാടകർ കരിപ്പൂർ വിമാനത്താവളമാണ് തിരഞ്ഞെടുത്തത്. 6,493 പേർ കൊച്ചി വഴിയും 3,021 തീർത്ഥാടകർ കണ്ണൂർ വഴിയും യാത്ര തിരിക്കും. കണ്ണൂരിലും കൊച്ചിയിലും വലിയ വിമാനങ്ങൾ സർവീസ് ഉള്ളതിനാൽ വിമാന നിരക്ക് താരതമ്യേന കുറവായിരിക്കും. എന്നാൽ കരിപ്പൂരിൽ സർവീസ് നടത്തുന്ന ചെറിയ വിമാനങ്ങൾക്ക് നേരിട്ട് ജിദ്ദയിലേക്ക് പറക്കാൻ കഴിയില്ല. ഇടത്താവളങ്ങളിൽ ഇറങ്ങിയും ലഗേജ് കുറച്ചുമായിരിക്കും സർവീസ് നടത്തുക. ഈ സാഹചര്യത്തിൽ കരിപ്പൂരിൽ നിന്ന് ടെൻഡർ ഏറ്റെടുക്കുന്ന വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തും. നെടുമ്പാശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കാൾ കഴിഞ്ഞ വർഷം 20,000 രൂപ അധികമായിരുന്നു കരിപ്പൂരിൽ നിന്നുള്ള യാത്രക്കാർക്ക്. അതിനു മുൻപ് 36,000 രൂപയും കൂടുതലായിരുന്നു. എയർ ഇന്ത്യയാണ് സർവീസിന് ടെൻഡർ എടുക്കുന്നതെങ്കിൽ നിരക്ക് കുത്തനെ കൂടുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ ഫ്ലൈനാസയാണ് കരിപ്പൂരിലെ ഹജ്ജ് സർവീസുകൾ ഏറ്റെടുത്തിരുന്നത്. ഇന്ത്യയിൽ നിന്ന് 1,20,000 പേർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചത്. ഇതിൽ കേരളത്തിൽ നിന്ന് 11,000-ലേറെ പേരുണ്ട്. 24,230 പേരാണ് സംസ്ഥാനത്ത് നിന്ന് ആകെ അപേക്ഷിച്ചത്. മുംബൈയിലുള്ള കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിലായിരുന്നു ഇലക്ട്രോണിക് നറുക്കെടുപ്പ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1,20,875 പേർക്കാണ് ഇത്തവണ അവസരം ലഭിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.